ഹാപ്പി ബർത്ത്ഡേ. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിതാ നമ്മൾ വന്നിട്ടുള്ളത് ഒരു സിസ്റ്റർ ആളുടെ ബ്രദറിന് വേണ്ടി ഒരുക്കിയ സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ പ്രിപ്പറേഷൻസും മേക്കിങ്ങും റിവീലിങ്ങും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 11:30 ആയി ഇറങ്ങുമ്പം തന്നെ. അപ്പോൾ നല്ല ചൂടായിരുന്നു പുറത്ത്. നമുക്ക് ഈ ഓർഡർ കിട്ടിയത് തന്നെ തലേ ദിവസം രാത്രിയായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചൊരു ചലഞ്ചിങ് ആണ്. 28 ഗിഫ്റ്റസാണ് ഇതിൽ ആഡ് ചെയ്യാനുള്ളത്. ആളുടെ 28th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനുള്ള റാപ്പറും റിബണൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് വന്നതാണ്. പിന്നെ ഇതിൽ നമുക്കൊരു 5 ഫ്രഷ് ഫ്ലവർ ബൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സെയിം ഡേയിൽ തന്നെ നമുക്ക് വേറൊരു ഡെലിവറിയും കൂടെ ഉണ്ടായിരുന്നു. അതൊരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കേക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അതിലിടയ്ക്ക് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഈവനിങ്ങിൽ ഡെലിവറി ചെയ്തത്. ഷർട്ട് ഹാമ്പറും മിനി ബൊക്കും മിനി കേക്കായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ പർച്ചേസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഡെലിവറി ചെയ്യേണ്ടത് ഏകദേശം ഒരു 12:30 മിഡ്നൈറ്റ് 12:30 1 o'clock ഇടയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ഒരു ടൈമിനനുസരിച്ചിട്ടാണ് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മളിതാ ഷൂ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ആൾക്ക് 2 ഷൂസ് വേണമെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം ഒക്കെ ബ്രാൻഡഡ് ഐറ്റംസാണ് ഇവിടെ ആൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നുള്ള പർച്ചേസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സ്ഥിരം പരിപാടി ഒരു ചായ കുടിക്കലായി. അപ്പോൾ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ലുലുവിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 ഐറ്റംസാണ് പർച്ചേസ് ചെയ്യാനുള്ളത്. വാച്ചും പിന്നെ നമുക്ക് സിൽവർ റിങ്ങുമാണ് ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നും നമ്മൾ സെലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കസ്റ്റമറിന് ഭയങ്കര കോപ്പറേഷൻ ആയിരുന്നു നമുക്ക്. കാരണം എന്താ വെച്ചാൽ ആൾ നമുക്ക് തലേ ദിവസമാണ് ഓർഡർ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ വാച്ചസ് ആയാലും എല്ലാ കാര്യങ്ങളായാലും നമ്മൾ ഇഷ്ടം നോക്കിയിട്ടാണ് ആളെടുക്കാൻ വേണ്ടി പറ്റുള്ളത്. അധികമൊന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാനോ ഒന്നും നിന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ കോപ്പറേഷനൂടെ പറയാതിരിക്കാൻ വയ്യ. ആ ഒരു ബിഹേവിയർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ചലഞ്ച് അത്ര ഈസി ആയിട്ടും കൂളായിട്ടും ടെൻഷൻ ഫ്രീ ആയിട്ടും ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റിയത്. പിന്നെ ഇതാ നമ്മൾ ചോക്ലേറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ആൾക്ക് ചോക്ലേറ്റ്സ് നല്ലപോലെ വേണമെന്ന് പറഞ്ഞു. സോ ചോക്ലേറ്റ്സൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മളിതാ നെക്സ്റ്റ് ഡ്രസ്സസ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ളത് 2 ഒരു പാൻറ്, ഒരു ഷർട്ട്, ഒരു ടീഷർട്ട്, ഒരു ക്യാപ്പാണ്. ഇവിടെയും സെലക്ഷൻ നമുക്ക് തന്നെ വിട്ട് തന്നിട്ടുള്ളത്. അതുകൊണ്ട് കുറേ ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ സെൻറ്റർ പോയിൻ്റിൽ നിന്നാണ് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 50% സെയിൽ നടന്നുകൊണ്ടിരിക്കുക. വെക്കേഷനൊക്കെ വരാനായില്ലേ. സോ നാട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്തുള്ളൂ. അത്യാവശ്യം റീസണബിൾ പ്രൈസിന് ഐറ്റംസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പർച്ചേസെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഓരോ ഐറ്റംസും അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെക്കണം എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മറന്നുപോയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലാണ് ഞാനിവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ള 28 ഐറ്റംസ്. ഇതിൽ കേക്കും കൂടെ ഇൻക്ലൂഡാണ്. നെക്സ്റ്റ് ഇതാണ് നമ്മൾ പാക്കിങ്ങിലോട്ടേക്ക് കടന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് റിസ്ക് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഓരോ ഐറ്റംസും സെപ്പറേറ്റ് പാക്ക് ചെയ്യലാണ്. ഈ പാക്ക് ചെയ്യലെന്ന് വെച്ചാൽ കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ നമുക്ക് പർച്ചേസിങ്ങിന് പോലും നമ്മൾ ഈ ഒരു ടൈം എന്തായാലും എടുത്തിട്ടുണ്ടാവില്ല. കാരണം അത്യാവശ്യം ടൈം ഇതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസും സെപ്പറേറ്റ് പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഒരു ഹാമ്പർ ബോക്സിൽ തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡ്രസ്സും സാൻഡലൊക്കെ ഹാമ്പർ ബോക്സിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാൻറ്, ഷർട്ട്, ടീഷർട്ട്, ക്യാപ്പ് പിന്നെ ബെൽറ്റും കൂടിയാണ് ഇതിൽ ഞാൻ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് സെപ്പറേറ്റ് റാപ്പ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. നമുക്ക് ഈ ഡ്രസ്സൊന്നും അങ്ങനെ ഇതായിട്ട് റാപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നമ്മളിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മൾ ചോക്ലേറ്റ് ഹാമ്പർ സെറ്റ് ചെയ്യലായി. നമ്മൾ ബോക്സസ് ആയിട്ട് വാങ്ങിയ ചോക്ലേറ്റ്സൊക്കെ റാപ്പ് ചെയ്തു. പിന്നെ കുറച്ച് ഇതുപോലത്തെ ഒരു 2-3 ചോക്ലേറ്റ്സ് സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഹാമ്പറിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഇതാ നമ്മൾ ഐറ്റംസിൻ്റെ ഫൈനൽ ലുക്കാണ്.
സോ ഇതൊക്കെ നമുക്ക് കാറിൻ്റെ ട്രങ്കിലാണ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ആളുടെ കയ്യിൽ സേഫായിട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ബിലവ്ഡ് വൺസിന് സർപ്രൈസ് ചെയ്യാനും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.